ക്രിസ്തുവിൽ പ്രിയരെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ നാം ശ്രദ്ധിക്കേണ്ടുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്യാഗ്രഹമാണ്. ഒരു മനുഷ്യന് ധനത്തോട് അത്യാഗ്രഹമുണ്ട്, ഈ ലോകത്തിലെ മോഹങ്ങളോട് അത്യാഗ്രഹമുണ്ട്, ജഡീക താല്പര്യങ്ങളോട് അത്യാഗ്രഹമുണ്ട്, സൗന്ദര്യത്തോട് അത്യാഗ്രഹമുള്ളവർ, വസ്ത്രത്തോട് അത്യാഗ്രഹമുള്ളവരുണ്ട്, പാപത്തോട് അത്യാഗ്രഹമുള്ളവർ, മറ്റുള്ളവരെ ചതിക്കുവാൻ അത്യാഗ്രഹപ്പെടുന്നവർ, ഏഷണി പറയുവാൻ അത്യാഗ്രഹമുള്ളവർ, കള്ളം പറയുവാൻ അത്യാഗ്രഹമുള്ളവർ, ഇങ്ങനെ പല കാര്യങ്ങളിൽ അത്യാഗ്രഹമുള്ള ഒരു കാലഘട്ടമാണ്. ധനത്തോടുള്ള അമിതമായ ആസക്തിയാണ് അത്യാഗ്രഹം. ഈ ലോകത്തിൽ ധാരാളം ധനം കൂട്ടിവെച്ച് മൂഢന്മാരായി ജീവിക്കാനല്ല നമ്മെപ്പറ്റി ദൈവം ആഗ്രഹിക്കുന്നത്. നല്ല കാര്യവിചാരകന്മാരായി, നന്ദിയുള്ളവരായി ജീവിക്കണം. ധനത്തിൻ്റെ അവകാശി ദൈവമാണ്. നാം എല്ലാവരും വെറും കാര്യവിചാരകന്മാർ മാത്രമാണ്. ധനത്തെ ക്രയവിക്രയം ചെയ്യുന്ന വ്യക്തികൾ മാത്രമാണ്. ചില നാളുകൾക്ക് മുമ്പ് പത്രമാധ്യമങ്ങളിൽ ഉണ്ടായ ഒരു സംഭവമാണ്. ഒരു ഉന്നതമായ ഗവൺമെൻറ് ജോലിയിൽ ഉന്നതമായ പോസ്റ്റിലിരിക്കുന്ന ഒരു വ്യക്തി, 3 ലക്ഷം രൂപ പ്രതിമാസ വരുമാനം. അദ്ദേഹം മറ്റുള്ള ഒരാളോട് കൈക്കൂലിയായി 10 ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ്. അതും വിചിത്രമായൊരു അനുഭവമാണ്. തൊട്ട് അയൽവക്കത്തുള്ള വ്യക്തിയോടുകൂടെയാണ് 10 ലക്ഷം രൂപ കൈക്കൂലി ചോദിക്കുന്നത്. അദ്ദേഹം പല കാര്യങ്ങളുമായി സമീപിക്കുമ്പോഴും ഇദ്ദേഹം കൈക്കൂലി ആവശ്യപ്പെടാറുണ്ടായിരുന്നു. 2 ലക്ഷം രൂപ വീട്ടിൽ വന്ന് കൈപ്പറ്റുമ്പോൾ നിയമപാലകർ ഇദ്ദേഹത്തെ പിടികൂടുകയും ചെയ്യുന്നു. അദ്ദേഹത്തിന് പണത്തോട് ആസക്തിയാണ്. 3 ലക്ഷം രൂപ പ്രതിമാസ വരുമാനമുള്ള ഒരു വ്യക്തിക്ക് പണത്തോടുള്ള ആസക്തി തീരുന്നില്ല. അദ്ദേഹത്തിന് പലരെ ചതിച്ചും ചൂഷണം ചെയ്തും സമ്പത്ത് വർദ്ധിപ്പിക്കണമെന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. നമ്മൾ പാടാറ്, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ലാതില്ല ഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. ഒരു ദൈവ പൈതൽ നന്മയായി ചിന്തിച്ചാൽ ഈ ലോകത്തിലുള്ളത് ഒന്നും പൗലോസിനെ പോലെ ചപ്പും ചവറുമെന്ന് എണ്ണുവാൻ കഴിയും. അത്യാഗ്രഹങ്ങളെ വെടിയുവാൻ കഴിയും. നമുക്ക് വേണ്ടുന്നത് ദൈവം കരുതിയിട്ടുണ്ട്. ഏലിയാവിനെ കരുതിയതുപോലെയും പല ഭക്തന്മാരെ കരുതിയതുപോലെയും സർവശക്തനായ ദൈവം നമുക്ക് വേണ്ടി കരുതുവാൻ ഒരു വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. ആ തുറന്നു കിടക്കുന്ന വാതിൽ, ദൈവം ഒരുക്കുന്ന വാതിലിലൂടെ നമുക്ക് വന്നു ചേരുന്നതെല്ലാം നന്മയാണ്. ആ നന്മയെ ആർക്കും അടയ്ക്കാൻ കഴിയില്ല. അത് വറ്റിപ്പോകാത്ത നന്മയാണ്. അതുകൊണ്ട് മറുവാതിൽ തേടി മറ്റുള്ളവരെ ചൂഷണം ചെയ്തും ചതിച്ചും നമ്മൾ അത്യാഗ്രഹികളായി മാറരുത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് അത്യാഗ്രഹം അധപ്പതനത്തിൽ എത്തിപ്പിക്കുന്നു. അത്യാഗ്രഹം അധപ്പതനത്തിൽ എത്തിക്കുന്നു. എലീശ പ്രവാചകന്റെ ബാല്യക്കാരനായ ഗേഹസി അത്യാഗ്രഹത്തിൻ്റെ പ്രതീകമാണ്. എലീശ വേണ്ടെന്ന് പറഞ്ഞതിന് പിന്നാലെ പായുകയാണ് ഗേഹസി. അവൻ അർഹതയില്ലാത്തതിനെ ആഗ്രഹിച്ചതാണ് ഗേഹസിയുടെ അധപ്പതനത്തിന് കാരണമായി തീരുന്നത്. ഗേഹസി അങ്ങനെ ശാപഗ്രസ്തനായി മാറുകയാണ്. നയമാനിൽ നിന്ന് കുഷ്ഠരോഗം മാറി ആ രോഗം നേരെ ഗേഹസിയിലേക്ക് വരികയാണ്. ഒരു ധനവാൻ തന്നോട് തന്നെ പറയുകയാണ്, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. തൻ്റെ കളപ്പുരകൾ കൂട്ടിവെച്ച കളപ്പുരകളെല്ലാം നിറഞ്ഞു. ഇദ്ദേഹം ഈ കളപ്പുരകളെ പൊളിച്ച് ഞാൻ വിശാലമാക്കി പണിത് അതിൽ ഞാൻ കൂട്ടിവെക്കും. എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും, തിന്നുക, കുടിക്കുക, ആനന്ദിക്കുക. ആ രാത്രിയിൽ ഇങ്ങനെ ഒരു ചോദ്യം തന്നെ എതിർപ്പെട്ടുവെന്ന് വരാം. നമ്മെ എല്ലാവരെയും തേടിയെത്തിയെന്ന് വരാം. മൂഢ, ഈ രാത്രിയിൽ ഞാൻ നിൻ്റെ ആത്മാവിനെ ചോദിച്ചാൽ നീ ഒരുക്കി വച്ചത് ആർക്കാകും? ഇതെല്ലാം ആർ അനുഭവിക്കും? ധനവാന് നല്ല വിളവ് ലഭിച്ചപ്പോൾ വിളവ് ലഭിക്കാത്തവനെ ഓർത്തില്ല. സ്വയം കൂട്ടിവെക്കുവാൻ ശ്രമിച്ചു. ധനം കൂട്ടിവെക്കാൻ മാത്രമുള്ളതല്ല, എത്രയോ പാവപ്പെട്ടവരാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒന്നുമില്ലായ്മയിൽ ശൂന്യതയുള്ളവരുണ്ട്, സാമ്പത്തികമായി പരാധീനതകൾ അനുഭവിക്കുന്നവരുണ്ട്, വേദന അനുഭവിക്കുന്നവരുണ്ട്, ദരിദ്രന്മാരുണ്ട്, സമ്പത്തില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്. നമുക്ക് നന്മയുണ്ടെങ്കിൽ, ധനം ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ കൂടി കരുതുവാൻ ഈ നാളുകളിൽ നാം ഒരുങ്ങേണ്ടതേറെ ആവശ്യമാണ്. അത്യാഗ്രഹം നമ്മെ അധപ്പതനത്തിലാണ് എത്തിപ്പിക്കുന്നത്. രോഗത്തിലെത്തിപ്പിക്കും, വീഴ്ചകൾ എത്തിപ്പിക്കും, നിയമത്തിൻ്റെ മുൻപിൽ എത്തിപ്പിക്കും, ജയിലറകൾക്കുള്ളിൽ നമ്മെ എത്തിപ്പിക്കും. ദൈവം നമുക്ക് തന്നതിനെ സന്തോഷത്തോടെ നന്ദി പറഞ്ഞ് അനുഭവിക്കുവാൻ നമ്മൾ പ്രാർത്ഥനയോടെ ഒരുങ്ങണം. രണ്ടാമത്തെ ചിന്ത എന്ന് പറയുന്നത് അത്യാഗ്രഹം സകലവിധ ദോഷത്തിലേക്ക് നമ്മെ എത്തിപ്പിക്കുകയാണ്. 1 തിമോഥെയോസ് 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ പറയുന്നു, ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലകാരണമല്ലോ. ധനം എന്ന് പറയുന്നത് ഇന്നത്തെ സമൂഹത്തെ ഭ്രാന്ത് പിടിപ്പിക്കുകയാണ്. ഈ ധനത്തിനു വേണ്ടി മനുഷ്യൻ ഏത് വഴിയും കണ്ടെത്തുകയാണ്.
വരൻ്റെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള പണം സ്വന്തമാക്കുവാൻ ഏത് ഉപായ വഴികളും കണ്ടെത്തി, ഏത് കെട്ടുകഥകൾ ചമച്ചുണ്ടാക്കി, നിങ്ങൾക്ക് ഇന്നത് ചെയ്താൽ ഇന്നത് കിട്ടും, അല്ലെങ്കിൽ അതൊരു ജോലിയായിട്ടോ മറ്റു പല വഴികളായിട്ടൊക്കെയും അവരുടെ മുമ്പിൽ എത്തിച്ച് അവരെ പറഞ്ഞു മനസ്സിലാക്കി അവരിലേക്ക് ഫോഷ്കിൻ്റെ വിഷം ഇഞ്ചക്റ്റ് ചെയ്ത് അവരുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ആ പണം സ്വന്തമാക്കുവാൻ ഇന്ന് പല ചതിക്കുഴികളും ഉപായങ്ങളും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്ന ഈ തലമുറയിൽ അത് ഒരു ദിവസം അവനെ തിരിച്ച് കടന്നാക്രമിക്കും. അവൻ ജീവിതത്തിൽ ഏത് വഴിയിൽ കൂടെ ശേഖരിക്കുന്ന സമ്പത്തായാലും ആ വഴിയിൽ കൂടെ തന്നെ അവൻ അധപതിക്കുവാൻ ഇടയായിത്തീരും. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുക്കുവാൻ മറ്റുള്ളവരോട് പണം വാങ്ങി. ആ പണം അവനെ കൊന്നു എന്നുള്ളതാണ്. അത് നേർമയില്ലാത്ത പണമാണ്, ഉപായത്തിലൂടെ വാങ്ങിയതാണ്, ഒരാളെ ചതിച്ചുണ്ടാക്കിയതാണ്, ഒറ്റിക്കൊടുത്തുണ്ടാക്കിയതാണ്. ആ വാങ്ങിയ പണം അവൻ ഉപകരിച്ചില്ല. ആ പണം അവൻ കൊണ്ട് കുടിച്ചിടുകയാണ്. അത് രക്തനിലമെന്നും അറിയപ്പെടുകയാണ്. ഒടുവിൽ അവൻ കെട്ടിത്തൂങ്ങി മരിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്തിലെ വ്യത്യസ്ത സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു നല്ല കത്തോലിക്ക വിശ്വാസിയായ ഒരു മനുഷ്യൻ ഭാര്യ അനുഗ്രഹീതമായൊരു ജോലി ഗൾഫിൽ ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ കുടിച്ചു കൂത്താടി ഭാര്യ അയച്ചു കൊടുക്കുന്ന പണമെല്ലാം നാനാവിധമാക്കി പലതിനും ചിലവഴിച്ചു. മദ്യത്തിനും മയക്കുമരുന്നിനും പല ഇമ്മോറലായിട്ടുള്ള ജീവിതങ്ങൾക്കൊക്കെയും പണം ചിലവഴിച്ച് ആ പണത്തെ ഇല്ലാതാക്കി കളയുകയാണ്. ഭാര്യ വരുന്നു എന്നറിഞ്ഞപ്പോൾ പെട്ടെന്ന് പണം കണ്ടെത്തുവാനായിട്ടുള്ള വഴി കണ്ടെത്തിയത് ഒരു ബാങ്കാണ്. അവൻ ബാങ്ക് കവർച്ച ചെയ്യുകയാണ്. കവർച്ച ചെയ്ത് അവൻ എല്ലാ വാതിലും പഴുതുകളെല്ലാം അടച്ചാണ് ഈ ബാങ്ക് കവർച്ച ചെയ്യുന്നത്. ഞൊടിയിടയിൽ അവന് 15 ലക്ഷം രൂപ കയ്യിൽ കിട്ടി. സന്തോഷത്തോടെ അവൻ പോയി. പിടിക്കപ്പെടാതിരിക്കാൻ അവൻ എല്ലാ കാര്യങ്ങളും ചെയ്തു. പക്ഷേ അവൻ ഞൊടിയിടയിൽ സമ്പാദിച്ച 15 ലക്ഷം രൂപ അവനെ വേഗം ജയിലറയിലേക്ക് എത്തിക്കുവാനിടയായി. ഇന്ന് അവൻ്റെ കുടുംബം അവനെ കൈവിട്ടു, സമൂഹം കൈവിട്ടു, ബന്ധുക്കൾ കൈവിട്ടു, സഭ കൈവിട്ടു. എല്ലാവരും ഈ മനുഷ്യനെ തള്ളിപ്പറഞ്ഞു. ഭാര്യ തള്ളിപ്പറഞ്ഞു, മക്കൾ തള്ളിപ്പറഞ്ഞു. സന്തോഷമെന്ന് കരുതുന്ന ധനം നമ്മെ ഒരു സമയം പെട്ടെന്ന് കൈവിടപ്പെടാം. പെട്ടെന്ന് നമ്മുടെ ജീവിതം ഇരുട്ടാക്കാം. സമ്പത്ത് നന്മയുള്ളതാണ്. ആ സമ്പത്ത് നമ്മെ ഇരുട്ടാക്കാനും സാധ്യതയേറെയുണ്ട്. കുടുംബത്തിലെ 5 പേരെ കൊല ചെയ്ത അഫാൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന് 70 ലക്ഷം രൂപ കടബാധ്യത. സമ്പത്ത് മയക്കുമരുന്നിനും പലതിനും അവൻ ചെലവഴിച്ചു. അവൻ കൊച്ചുപ്രായത്തിൽ വലിയ കടബാധ്യതയിലേക്ക് നീങ്ങുകയാണ്. പിടിച്ചു നിൽക്കുവാൻ കഴിയില്ല എന്ന് കണ്ടപ്പോൾ അവൻ സ്വന്തം സഹോദരനെയും സ്വന്തം കാമുകിയെയും സ്വന്തം പിതാവിൻ്റെ സഹോദരനെയും ഭാര്യയെയും പിതാവിൻ്റെ അമ്മയെയും കൊല്ലുകയാണ്. എത്ര നിഷ്ഠൂരമായി! പ്രിയമുള്ളവരെ, ദൈവം തരുന്ന നന്മകളെ ഏറ്റവും ശ്രേഷ്ഠമായി നമ്മൾ പ്രാർത്ഥനയോടെ നന്ദി പറഞ്ഞ് ദൈവമേ എന്ന് നിലവിളിച്ചത് ഉപയോഗിച്ചാൽ അത് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരും. നാബോത്തിൻ്റെ മുന്തിരിത്തോട്ടം ആഗ്രഹിക്കുന്ന ആഹാബ് തോട്ടം സ്വന്തമാക്കാൻ നാബോത്തിനെ ചതിച്ചു കൊല്ലുകയാണ്. എന്നാൽ നായ്ക്കൾ നാബോത്തിൻ്റെ രക്തം നക്കിയ സ്ഥലത്ത് വെച്ച് തന്നെ നിന്റെ രക്തവും നക്കിക്കളയുമെന്ന് യഹോവ കൽപ്പിക്കുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 15-ാം വാക്യത്തിൽ പറയുന്നു, സകല ദ്രവ്യാഗ്രഹവും സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൻ. ഒരുത്തന് സമൃദ്ധി ഉണ്ടായാലും അവൻ്റെ വസ്തുവകയല്ല അവൻ്റെ ജീവൻ്റെ ആധാരം. പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആദിമ നൂറ്റാണ്ടിൽ ലോത്തിൻ്റെ ഭാര്യ തന്നെ ഉപേക്ഷിച്ച സമ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കി അമ്മയിൽ നിശ്ചലമായി മാറുകയാണ്. ധനം നമ്മെ ജീവിപ്പിക്കാൻ സഹായിക്കുന്നതിനോടൊപ്പം തന്നെ നശിപ്പിക്കുന്നതുമാണ്. ധനം വളരെ ഉണ്ടായിട്ടും ജീവിതത്തിൽ സമാധാനമില്ലാത്ത ഏറെ ജീവിതങ്ങളെ നമുക്ക് ഈ ഭൂമിയിൽ കാണാൻ കഴിയുന്നുണ്ട്. അതിനാൽ ദൈവമക്കളായിരിക്കുന്ന എൻ്റെയും നിങ്ങളുടെ നിക്ഷേപം എവിടെയായിരിക്കണമെന്ന് വേദപുസ്തകം പറയുന്നുണ്ട്. മത്തായി സുവിശേഷം 6-ാം അധ്യായം 19-20 വാക്യത്തിൽ പറയുന്നു, പുഴുവും തുരുമ്പും കെടുക്കാതെ കള്ളന്മാർ തുരന്നു മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ നിങ്ങൾ നിക്ഷേപം സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുരന്നു മോഷ്ടിക്കാതെയും ഇരിക്കുന്ന സ്വർഗത്തിൽ നിങ്ങളുടെ നിക്ഷേപം സ്വരൂപിച്ചുകൊള്ളുവിൻ. നിങ്ങൾ വെറും കൈയോടെ ഭൂമിയിൽ വന്നു, വെറും കൈയോടെ നമ്മൾ പോകേണ്ടവരാണ്. നമ്മുടെ നിക്ഷേപം ഈ ഭൂമിയിലല്ല, ദൈവമക്കളുടെ നിക്ഷേപം സ്വർഗത്തിലായിരിക്കണം. നീതിമാനെ ദൈവം അറിയുന്നു, നീതിമാൻ്റെ വഴിയെയും ദൈവം അറിയുന്നു. മൂന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്, അത്യാഗ്രഹം എന്ന് പറയുന്നത്
ആത്മീയ ജീവിതത്തെ തകർച്ചയിൽ എത്തിപ്പിക്കുന്നു. ദൈവത്തോട് അടുക്കുവാൻ സമയമില്ലാതെ ഇന്ന് അത്യാഗ്രഹത്തിൻ്റെ ചങ്ങലകളാൽ നമ്മുടെ തലമുറകളെല്ലാം ബന്ധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. നിന്റെ നിക്ഷേപം എവിടെയോ അവിടെ നിന്റെ ഹൃദയവും ഉണ്ട് എന്ന് പറയുമ്പോൾ, ധനത്തോടുള്ള താല്പര്യം വർദ്ധിക്കുമ്പോൾ ദൈവമേ എന്ന് ചിന്തിക്കുവാൻ പോലും മനുഷ്യനിന്ന് സാധിക്കുന്നില്ല. ധനമോഹത്താൽ ഇത് മതി എന്നാണ് ഇന്നത്തെ സമൂഹം പറയുന്നത്. ദൈവം വേണ്ട, ഭക്തി വേണ്ട. ധനികനായ മനുഷ്യൻ യേശുവിൻ്റെ അടുക്കൽ നിത്യജീവൻ അപേക്ഷിച്ച് വരുമ്പോൾ അവനെല്ലാം ചെയ്യുന്നു, എല്ലാം പ്രമാണിക്കുന്നുവെന്ന് പറയുമ്പോഴും നിനക്കൊരു കുറവുണ്ട്, നിനക്ക് സമ്പത്തേറെയുണ്ട്, നീ അതിനെ വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അവൻ ആത്മീയനാണ്, ആത്മീയ ജീവിതം മുറുകെ പിടിച്ചവനാണ്, കൽപ്പനകൾ മുറുകെ പിടിച്ചവനാണ്, ദൈവത്തിൻ്റെ ഇഷ്ടം നിർവഹിക്കാൻ ആഗ്രഹമുള്ളവനാണ്, താല്പര്യമുള്ളവനാണ്, ദൈവഭക്തിയോടെ ജീവിക്കുവാൻ നല്ല കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടവനാണ്, ദൈവഭക്തിയോടെ തൻ്റെ യൗവന കാലഘട്ടം നയിക്കുന്നവനുമാണ്. അവൻ്റെ ഉള്ളിലും വേറിട്ട് ഒരു അത്യാഗ്രഹം എന്ന വൃക്ഷം വളരുന്നുണ്ട്. ആ വൃക്ഷം വളർന്ന് അവൻ്റെ ആത്മീയ ജീവിതത്തെ അധംപതിപ്പിക്കുകയാണ്. അവനെല്ലാം ചെയ്യുന്നുവെന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ എത്തുമ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിന്നിലൊരു കുറവുണ്ട്, നിന്നിൽ സമ്പത്ത് എന്ന വൃക്ഷം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ദുശ്ചിന്ത വളരുന്നു, ആ അത്യാഗ്രഹം വളരുകയാണ്. അതിനെ നീ നശിപ്പിക്കണം, നിനക്കുള്ളത് പോയിട്ട് നീ ദരിദ്രർക്ക് കൊടുക്കണം എന്ന് പറയുമ്പോൾ ദൈവസന്നിധിയിൽ നിന്നുള്ള പടിയിറക്കമാണ് അവനിൽ കാണുന്നത്. ആത്മീയ ജീവിതത്തിൽ നിന്നുള്ള ഒരു പടിയിറക്കം. ഞാനും നിങ്ങളും വളരേണ്ടവരാണ്, ജ്വലിക്കേണ്ടവരാണ്, അധംപതിക്കേണ്ടവരല്ല. കുറവ് കാണിച്ചു തരുമ്പോൾ തിരുത്താനുള്ള ആർജവം നമ്മുടെ ജീവിതത്തിലുണ്ടാകണം. ദൈവം നമ്മോട് പറയും, മകനെ ഇത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിച്ചു തരുന്ന ഓരോ തെറ്റിലും ഞാനും നിങ്ങളും കാണേണ്ടത് ദൈവിക മഹത്വമാണ്. ധനപരമായി ഉയർന്നപ്പോഴും ആഴമായ വിശ്വാസത്തിലും ദൈവകൃപയിലും പ്രാർത്ഥനയിലും ജീവിച്ചവരാണ് അബ്രഹാമും ശലോമോനും പൗലോസും ഫിലോമോനും ബർന്നബാസും ഒക്കെ. ഇന്നത്തെ കാലഘട്ടത്തിലോ പണമാണ് പ്രധാനം, ഭക്തി രണ്ടാമതാണ്. സമ്പത്താണ് മനുഷ്യന് പ്രധാനം, എല്ലാം ഉണ്ടാകണം, സമ്പത്തും ആവശ്യം തന്നെയാണ്. പക്ഷേ അത് ഉപയോഗിക്കുന്ന രീതി ഏറ്റവും പ്രധാനമാണ്. ആദിമ സഭയുടെ ബാല്യദിശയിൽ അനന്യ സഫീറ എന്ന രണ്ട് വ്യക്തിത്വങ്ങളെ കാണിച്ചു തരികയാണ്. പത്രോസ് അനന്യാസിനോട് പറയുന്നത്, അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് നീ വ്യാജം കാണിപ്പാനും നിലത്തിൻ്റെ വിലയിൽ കുറേ എടുത്ത് വയ്പ്പാനും സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയതെന്ത്? നീ മനുഷ്യരോടല്ല ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത്. അനന്യാസും സഫീറയും അവിടം വീണ് പ്രാണനെ വിടുകയാണ്. പ്രിയമുള്ളവരെ, ധനം നമ്മുടെ ആത്മീയ ജീവിതത്തെ അധഃപതിപ്പിക്കും. അനന്യാസും സഫീറയും ദൈവകൃപയിലൊരു ഭവനത്തിലെ അംഗങ്ങളായിരുന്നു. പക്ഷേ അവരുടെ ആത്മീയ ജീവിതം അധംപതിച്ചു. ഇവിടെ ഏറെ ശ്രദ്ധേയമാകുന്നത് ആത്മീയ ജീവിതത്തെ പരിപാവനമായി കൊണ്ടുപോയ ആദിമസഭയിലെ കുടുംബങ്ങളാണ്. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, പ്രാർത്ഥന കഴിച്ചു, അപ്പം നുറുക്കി പോകുമ്പോൾ അവർ സകലതും പൊതുവക എന്നെണ്ണുകയാണ്. അവർ ധനമുള്ളവരായിരുന്നു, ഏറെ സമൃദ്ധിയുള്ളവരായിരുന്നു. അവർ ഉപദേശം കേട്ടു, പ്രാർത്ഥന കൈക്കൊണ്ടപ്പോൾ അപ്പം നുറുക്കി ദൈവത്തെ സ്തുതിച്ചു ആരാധിച്ച് ഒരു ആത്മീയ ജീവിതം പടുത്തുയർത്തിയപ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇതൊന്നും നമ്മുടേതല്ല, ഇതെല്ലാം പൊതുവകയാണ്, ഇത് എല്ലാവർക്കും ഉള്ളതാണ്. അവർ എല്ലാവർക്കും അത് വിളമ്പി കൊടുക്കുകയാണ്. ആദിമസഭ ഒരുമനപ്പെട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അപ്പം നുറുക്കി ദൈവാലയത്തിൽ ഒരുമനപ്പെട്ടു പോയും ദൈവത്തെ സ്തുതിച്ചും ആത്മീയ അഭിനിവേശത്തിൽ ജീവിക്കുകയാണ്. ആദ്യ കാഴ്ചപ്പാടുകൾ ഉന്നതമാവുകയാണ്, ദർശനങ്ങൾ വർദ്ധിക്കുകയാണ്. നമ്മുടെ ദർശനങ്ങൾ വർദ്ധിക്കണം, ആത്മീയ ജീവിതം അനുഗ്രഹമായി തീരണം. അത്യാഗ്രഹങ്ങളെ ഉപേക്ഷിച്ച് പ്രാർത്ഥനാപൂർവമുള്ള ഒരു ജീവിതം, വേർപാടുകൾ സ്വീകരിക്കേണ്ടതിനോട് വേർപാടുകൾ സ്വീകരിച്ച്, ഈ ലോക ഇൻപങ്ങളോട് വേർപാടുകൾ സ്വീകരിച്ച്, നമുക്കുള്ളത് പൗലോസിനെ പോലെ സകലതും ചപ്പും ചവറുമെന്നെണ്ണി ദൈവം തരുന്നതിനെ സ്തോത്രം പറഞ്ഞ് അനുഭവിച്ച് ജീവിക്കുവാൻ കഴിഞ്ഞാൽ ഒരു ആത്മീയ മനുഷ്യൻ ഈ ഭൂമിയിൽ അനുഗ്രഹിക്കപ്പെട്ടവനായിത്തീരും, നന്മയുള്ളവനായിത്തീരും. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത് യേശുവേ, നീയല്ല ദില്ലാഭൂവിൽ ആഗ്രഹിപ്പാൻ ആരുമേ. ആ ഭക്തൻ പാടി വച്ചത് എത്രയോ ഉന്നതമായ ഒരു ദർശനാത്മകമായ ഗാനമാണ്. ദൈവമാണ് നമ്മുടെ സമ്പത്ത്, ദൈവമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ആധാരം, ദൈവമാണ് എൻ്റെ ഉടയവൻ. അവൻ തന്നാലും തന്നില്ലേലും എൻ്റെ സമ്പത്ത് ദൈവമാണ് എന്ന് ഒരു ദൈവഭൈതൽ എന്ന് ചിന്തിക്കുന്നുവോ അന്നു മുതൽ അവൻ്റെ ജീവിതം അർത്ഥവത്തായിത്തീരും, ദൈവകൃപയുള്ള ജീവിതമായി തീരും. നശിച്ചു പോകുന്നതിനോടല്ല നമുക്ക് അത്യാഗ്രഹം വേണ്ടത്, ദൈവത്തെ നമ്മുടെ ഉള്ളിൽ ചേർത്ത് പിടിക്കുവാൻ നമുക്ക് അത്യാഗ്രഹം ഉണ്ടാകണം, അതിയായ വാഞ്ചയുണ്ടാകണം. ആ അത്യാഗ്രഹം ഒരിക്കലും അസ്തമിക്കരുത്. അസ്തമിക്കാത്ത അത്യാഗ്രഹം യേശുവിൽ നമുക്കുണ്ടാകണം, നിത്യത നേടുന്നതിൽ ഉണ്ടാകണം. ആ ഒരു ആഗ്രഹത്തോടെ നമുക്ക് ജീവിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ഈ നോമ്പ് കാലഘട്ടത്തിൽ
ഞങ്ങൾ ചേർക്കേണ്ടവയെ ചേർത്ത് ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിച്ച് ജീവിപ്പാനുള്ള കൃപ അവിടെ നൽകണമേ. സമ്പത്തിന് വേണ്ടി പല വഴികളും പലരെയും ചതിച്ചും പലതിനെയും സ്വന്തമാക്കുവാൻ, തങ്ങൾക്ക് സ്വന്തമല്ലാത്തതിനെ സ്വന്തമാക്കുവാൻ മനുഷ്യൻ ശ്രമിക്കുമ്പോൾ പലരും നശിച്ചു കൊണ്ടിരിക്കുകയാണ്. ദൈവമാണ് നമ്മുടെ സമ്പത്ത്, ദൈവമാണ് നമുക്കെല്ലാം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു ദൈവ പൈതൽ മുന്നേറുമ്പോൾ അത് അവൻ്റെ ജീവിതത്തിൽ ഒരു വലിയ സമ്പത്തായി തീരുന്നു. അവൻ ഭൗതികമായും ആത്മീയമായൊക്കെ അനുഗ്രഹിക്കപ്പെടുന്നു. ആ അനുഗ്രഹം പ്രാപിപ്പാൻ ആദിമസഭയിലെ കുടുംബങ്ങളെപ്പോലെ ദൈവകൃപയോടെ ഞങ്ങൾക്ക് മുന്നേറുവാനുള്ള കൃപ എല്ലാവർക്കും ദാനം ചെയ്യണം. ദൈവത്തെ നോക്കി ദൈവത്തെ സമ്പത്താക്കി ജീവിപ്പാൻ എല്ലാവരെയും സഹായിക്കും. എല്ലാ മഹത്വം അങ്ങേക്ക് യേശു മുഖാന്തരം പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.